ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്. നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്കായിരുന്നു. ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐസിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 4 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട ഒരു ഡ്രൈ ആയ പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം. പിന്നെ കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതും 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 ഈക്വലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിലും വെള്ളമൊന്നും ഉണ്ടാവാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീറ്ററായിരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട കുറച്ച് സമയം നിർത്തി കുറച്ച് സമയം നന്നായിട്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും, അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ് വരുന്നത്. പൊങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 തവണ അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ ചെറിയ കട്ടകളൊക്കെ ആയിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 3 തവണ അരിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂണ് പാൽ, തിളച്ച പാൽ നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുകി നല്ല ഇതുപോലെ കിട്ടും. അങ്ങനെ ആക്കി റെഡിയാക്കി വയ്ക്കുക. ഒന്ന് ചൂടാറാൻ വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഒന്നും കൂടെ അത് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത ആ പൊടികളൊക്കെ എടുത്ത അളവിൽ ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലിട്ട് സ്ലോയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പീഡിൽ മിക്സ് ചെയ്യരുത്, സ്ലോ ആയിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നിൽ ബട്ടർ പേപ്പർ അടിവശത്ത് വെച്ചതിന് ശേഷം പുറത്തൊന്ന് കുറച്ച് മൈദ പൊടി തട്ടി കൊടുക്കുക. പെട്ടെന്ന് അതിൽ നിന്ന് വേറിട്ട് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ബാറ്ററിലേക്ക് ഒരു 1/2 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടിന്നിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു കൂർപ്പുള്ള ടൂത്ത് പിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കൂർപ്പുള്ള ഒരു ഇതുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോഴും ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. കുക്കറിലാണ് കേക്ക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്റർ അതിൽ വെച്ചിട്ട് വിസിലില്ലാതെ അടച്ചു വയ്ക്കുക. ഒരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് കുക്കർ തുറന്ന് നോക്കി എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നല്ല വേവായിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയതിന് ശേഷം അതിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്ന് മാറ്റാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് കേക്കിൻ്റെ മുകളിൽ ഐസിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് 1 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ്.
അപ്പോൾ അതിൽ കുറച്ച് അര കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു അര സ്പൂണ് ബ്രൂ കോഫി, ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം സമയം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വരും, അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയാലേ അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി തന്നെ ഐസിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം സമയം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് വരും. അപ്പോൾ നമ്മളതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു നീഡിൽ ആയിട്ട് ഇങ്ങനെ വരണം. അത്രയും രീതിയിൽ അത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് ജസ്റ്റ് കത്തി കൊണ്ട് ഒരു വര വരച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ നൂല് തന്നെ അത് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് 2 സൈഡാക്കി ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കേക്ക് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ മുകൾ ഭാഗം കുറച്ച് പൊങ്ങി വന്നിരുന്നു, അപ്പോൾ അതും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗർ സിറപ്പ് കുറേശ്ശെയായിട്ട് എല്ലായിടത്തേക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോക്ലേറ്റിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു പീസ് കേക്ക് വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അതിന് അടുത്ത പീസ് കേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഷുഗർ സിറപ്പ് ഒരു സൈഡിലേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മറ്റേ സൈഡിലും അതുപോലെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം തേക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് വിപ്പിംഗ് ക്രീമും കേക്കുമായിട്ട് വെച്ച് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കവർ ചെയ്തെടുക്കാം. ഫുൾ കവർ ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം എല്ലാ സൈഡിലേക്കും ഒരേ ലെവലിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ ഇങ്ങനെ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ATM കാർഡ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് 3 ഡ്രോപ്പ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു സൈഡ് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇനി മുകളിൽ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് അവിടെയും ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ട് അതിൽ വിപ്പിംഗ് ക്രീം എടുത്ത് അത് വെച്ചൊരു 5 ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്ത എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വരും. അങ്ങനെ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് ഒലിച്ചിരി വരുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ചോക്ലേറ്റ് ആക്കി കൊടുക്കാം. ഇനി ഈ ഫ്ലവറിൻ്റെ മുകളിൽ നമ്മൾ ഡയറി മിൽക്കിൻ ഷോർട്ട്സ് ഉണ്ടല്ലോ, അത് ഓരോന്നൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് കേക്ക് ഒന്ന് കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.